അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഡൂഡിൻ്റെയും OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 17-ാം തീയതി റിലീസ് ചെയ്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മമിത ബൈജുവും പ്രദീപ് രംഗനാഥുമാണ്. 139 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ഇതോടെ ബോക്സ് ഓഫീസിൽ 100 കോടി അടിച്ചൊരു സിനിമയാണ് ഡൂഡ്. പ്രദീപ് രംഗനാഥിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണേൽ പറയാം. ചിത്രത്തെക്കുറിച്ച് അടിപൊളി പടമാണിത്. ഈ പടത്തിൻ്റെ OTT കുറിച്ച് പറയുവാണെങ്കിൽ നവംബർ 14-ാം തീയതിയിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം അടിപൊളി ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങൾക്കൊരു നഷ്ടമാകത്തില്ല. അടിപൊളി സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ചിരിച്ച് മണ്ണ് തപ്പിയൊരു സീരീസിനെ കുറിച്ചാണ്. കല്യാണം ഡും ഡും എന്നൊരു സീരീസിനെ കുറിച്ചാണ്. ഈ സീരീസ് റിലീസായിരിക്കുന്നത് തേൻകൊട്ട എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തേക്കുന്നത്. ദേവിക ദാമുവും സിദ്ധുവും അഭിനയിച്ചിരിക്കുന്നു. ഒക്ടോബർ 30-ാം തീയതി ഇത് ഓൾറെഡി OTT റിലീസായിട്ടുണ്ട്. അടിപൊളി സീരീസാണ്. ഇപ്പോൾ ഒരുപാട് സീരീസുകൾ മലയാളത്തിലും തമിഴിലെല്ലാം വരുന്നുണ്ട്. അതിൽ കണ്ടതിലൊരു മികച്ചൊരു സീരീസാണ് കല്യാണം ഡും ഡും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീരീസാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. അടുത്തായിട്ട് പറയുന്ന ഒരു കിടുക്കാച്ചി റൊമാൻറ്റിക് മൂവിയെക്കുറിച്ചാണ്. ഉസിറെ. നവീൻ ഡി ഗോപാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഉസിറെ. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇത് TJ അരുണാസലാമും ജനനി ഗുണശീലനുമാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 31-ാം തീയതിയിൽ ആഹ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്. പടം അടിപൊളി റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. ഒരു ചെറിയൊരു നൈസ് പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് OTT റിലീസായ അടുത്തൊരു ചിത്രമാണ് ബാഡ് ഗേൾ. ഇതൊരു തമിഴ് ചിത്രമാണ്. അഞ്ജലി ശിവരാമൻ്റെ ചിത്രമാണ്. പിന്നെ വെട്രിമാരനാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഒരു തമിഴ് ചിത്രമാണ് ബാഡ് ഗേൾ. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ് ബാഡ് ഗേൾ. ഇപ്പോൾ സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതും എനിക്കൊരു പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് പേടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു കിടുക്കാച്ചി സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫോൺ 2 എന്നാണ് പടത്തിൻ്റെ പേര്. ഇതൊരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയാണ്. 154 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 54 മിനിറ്റ്. നെറ്റ്ഫ്ലിക്സിലാണ് പടം റിലീസായിരിക്കുന്നത്. നിങ്ങൾക്ക് പേടിക്കാൻ താല്പര്യമുണ്ടോ? ഈ പടം ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇന്ന് റിലീസായ അടിപൊളി ഒരു അഡൽട്ട് ഓൺലി ചിത്രമാണ് മാമസൻ. ഒരു ഫിലിപ്പിനോ ചിത്രമാണ്. അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമയാണ്. ഫിലിപ്പിനോ ചിത്രമാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്ന സിനിമയാണ് ബ്ലാക്ക് മെയിൽ. GV പ്രകാശ് നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് ബ്ലാക്ക് മെയിൽ. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MU മാരനാണ്. ചിത്രത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 121 മിനിറ്റാണ്. ഈ സിനിമ ഒക്ടോബർ 30-ന് സൺലെസ്റ്റിൽ നമുക്ക് OTT ആയിട്ട് റിലീസായിട്ടുണ്ട്. സിനിമ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. സിനിമ ഒരു വിലോ ആവറേജ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. GV പ്രകാശാണ് പടത്തിൻ്റെ പ്രധാന കഥാപാത്രം. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നിശാഞ്ചി എന്നൊരു ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. ഇത് അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്തൊരു കിടുക്കാച്ചി ഡ്രാമ ത്രില്ലർ സിനിമയാണ് നിശാഞ്ചി. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഐശ്വര്യയും വേദിക പിൻഡോയുമാണ്. 177 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ചിത്രം ആമസോണിൽ ഇപ്പോൾ ലഭ്യമാണ്. ചിത്രം കിടുക്കാച്ചി സിനിമ എന്ന് വെച്ചാൽ കിടുക്കാച്ചി സിനിമ. അടിപൊളി ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് DSAയുടെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത 3ാമത്തെ സിനിമയാണ് DSA. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31-ാം തീയതിയാണ് പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത OTT റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ശ്യാം മോഹൻ, ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം നവംബർ 10-യോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അടുത്ത OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പടമാണ് വേല. ഒരു ആക്ഷൻ മൂവി പടമാണ്. പോലീസ് സിനിമയാണ്. വേലയിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, സണ്ണി വെയിന്, അതിഥി ബാലൻ എന്നിവരെയാണ്. 2023 നവംബർ 10-ാം തീയതി റിലീസ് ചെയ്ത പടം ഈ 2 വർഷമായിട്ട് റിലീസായിട്ടില്ല OTT. ഈ മാസം
പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സിനാണ് പടം റിലീസ് ചെയ്യുന്നത്. 148 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പോലീസ് ആക്ഷൻ സിനിമയാണ്. നിങ്ങളെ ഞാനിന്ന് പേടിപ്പിച്ച് കൊല്ലും. പേടിക്കാൻ വേണ്ടി അടുത്തൊരു ഇംഗ്ലീഷ് പടം കൂടെ വന്നിട്ടുണ്ട്, ദ ആസ്ട്രോനട്ട്. ത്രില്ലർ അമേരിക്കൻ സയൻസ് ഹൊറർ സിനിമയാണിത്. ഈ പടം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പടം കണ്ടിട്ട് നിങ്ങൾ പേടിച്ചോ ഇല്ലെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിലൊരു മികച്ചൊരു സിനിമയാണ് ദ ആസ്ട്രോനട്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.